കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 19 അധ്യായം 19 വാക്യത്തിൽ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന് കാണുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നിവിടെ കാണുന്നു. ഇന്നത്തെ തലമുറയിൽ നാം നോക്കുമ്പോൾ അമ്മയപ്പനെയും ബഹുമാനിച്ച് കീഴ്പ്പെട്ട് നടക്കുന്ന നിറയെ കുട്ടികളുണ്ട്. എന്നാലും ഇന്നത്തെ തലമുറ മുമ്പേ ഉള്ളതിനേക്കാളും അധികമായിട്ട് അപ്പനെയും അമ്മയും ബഹുമാനിക്കുകയോ അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുകയോ ചെയ്യാതെ തന്നിഷ്ടക്കാരായി സ്വാർത്ഥരായി നടക്കുന്ന അനേകരെ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ തൻ്റെ വയസ്സിന് മുതിർന്നവരെന്ന് പോലും നോക്കാതെ പണത്തിലും സൗന്ദര്യത്തിലും വിദ്യാഭ്യാസത്തിലും കുറഞ്ഞവരെ ഒന്നുമില്ലാത്തതുപോലെ പുച്ഛിച്ച് തള്ളുന്ന ഒരു തലമുറ ഇപ്പോൾ കാണപ്പെടുന്നു. പ്രിയ ദൈവ പൈതലെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു വിദ്യാർത്ഥിയായിരിക്കാം. പക്ഷേ നിങ്ങൾ അപ്പനെയും അമ്മയും ബഹുമാനിക്കുവാനും അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുവാനും നിങ്ങൾ പഠിപ്പിക്കണം. അത് ദൈവം തന്ന ഒരു കൽപ്പനയാണ്. അതേപോലെ തന്നെ സഹോദരനെ അല്ലെങ്കിൽ തൻ്റെ സ്നേഹിതനെ തൻ്റെ ജീവനെപ്പോലെ സ്നേഹിപ്പാൻ നമ്മൾ പഠിക്കേണ്ടതാണ്. കാരണമെന്ന് പറഞ്ഞാൽ ഇന്ന് സ്നേഹിച്ചിരുന്നിട്ട് അവർക്ക് തന്നെ വാള് വയ്ക്കുന്ന ഒരു ജീവിതമാണ്. അതെന്ന് പറഞ്ഞാൽ അവരെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മെക്കാട്ടും അല്പ പഠിത്തത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലോ ഒരു ജോലിയിലോ അവൻ അല്പം കൂടെ മുൻപിൽ വന്നു എന്ന് വിചാരിച്ചാൽ അവനെ തകർത്ത് കളയാൻ പദ്ധതിയിടുന്ന ഒരു തലമുറ. പ്രിയ ദൈവ പൈതലെ, ദൈവവചനം പറയുന്നു അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, അതേപോലെ തന്നെ തൻ്റെ സ്നേഹിതനെ തൻ്റെ കൂട്ടുകാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന്. ദൈവം സ്നേഹിക്കുവാനും നമ്മളെക്കാളും വയസ്സ് മുതിർന്നവർക്ക് അതിൻ്റെതായ ബഹുമാനം കൊടുപ്പാനും ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, അഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവമേ, അഴിയാത്ത നിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നത് പോലെ കർത്താവെ, മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും വയസ്സിൽ മുതിർന്നവർക്ക് തക്ക ബഹുമാനം കൊടുക്കുവാനും തൻ്റെ അയൽക്കാരനെ അല്ലെങ്കിൽ തൻ്റെ സ്നേഹിതനെ തൻ്റെ സഹോദരനെ തന്നെ പോലെ തന്നെ സ്നേഹിപ്പാനും ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അങ്ങയുടെ രാജ്യത്തിൽ വന്ന് ചേരും വരെയും ഞങ്ങളെ ഓരോരുത്തരെയും വിഴുന്നു പോകാതെ നിൻ്റെ കരം പിടിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട്ട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.